ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ക്രിസ്മസ് എക്സാം ആൻസർ കീ ആണ് നിങ്ങൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞ സെക്കൻഡ് ടേം എക്സാം, ഹാഫ് ഇയർലി എക്സാമിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളൊരു ലൈക്ക് തരിക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ, എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം നമ്മൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണ്ടത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മാക്സിമം സ്പീഡിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മളത് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് പെയേഴ്സ് റിലേറ്റഡ് ടു ദ റിവോൾട്ട് ഓഫ് 1857. 1857 കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് പെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ABD. അതായത് ഫസ്റ്റത്തെ ലക്നൗ ബീഗം ഹസ്രത് മഹൽ, ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡ്, കാൺപൂരിൽ നാനാ സാഹിബ്. രണ്ടാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വിച്ച് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് മോഡേൺ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ആൻസർ വരുന്നത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 3. Which constitutional amendment reduced the voting age in India from 21 to 18 years? ആൻസർ വരുന്നത് B, 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. നാലാമത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്, അതായത് A, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജാണ്, B, പൊയ്കൈൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, C, പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം, D, വാഗ്ബടാനന്ദ ആത്മവിദ്യാ സംഘം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, മെൻഷൻ ദ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് മിൻറ്റോ മോർലി റിഫോംസ് ഓഫ് 1909. 1909 മിൻറ്റോ മോർലി റിഫോംസിൻ്റെ പ്രൊവിഷൻസ് ആണ് ചോദ്യം. ഉത്തരം, The British implemented some administrative reforms to mitigate popular anger and influence moderates in Congress. These reforms primarily featured the establishment of separate constituencies for Muslims and an expansion of the legislature's functions and powers. 5 തന്നെ ഒരു A ക്വസ്റ്റിനും B ക്വസ്റ്റിനും ഉണ്ട്. ഓർ ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാകും. അപ്പം നമുക്ക് ബിയുടെ ആൻസറും കൂടി നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ആനുവൽ കോൺഫറൻസ് ഓഫ് കോൺഗ്രസ് ഹെൽഡ് ഇൻ ലക്നൗ ഇൻ 1916 ആണ് ഉത്തരം. ദ 1916 ലക്നൗ കോൺഗ്രസ് കോൺഫറൻസ് വാസ് എ പിവറ്റൽ ഇവന്റ് where the moderates and extremists of the Indian National Congress reconciled, and significantly the Congress and the All India Muslim League agreed to collaborate, marking a rare instance of unity in the Indian nationalist movement. അടുത്തത് ആറാമത്തെ ചോദ്യം വരുന്നത്, which was the committee appointed by the central government in 1976 to submit recommendation on the fundamental duties of citizens, elucidate its importance ആണ്. അപ്പോൾ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി was appointed by the central government in 1976 to submit recommendations on the fundamental duties of the citizens. Article 51A of Part 4 deals with fundamental duties. ഇത് കോമ ഇട്ട് ചെയ്യുക. It was included in the Constitution as part of the 42nd Constitutional Amendment in 1976. Now 11 duties embedded in the Constitution. It protects the sovereignty, unity and integrity of India. It remembers citizens not we have the rights but also have duties. Citizens not we വേണ്ട, not only ആണ്, not only have rights but also നാക്കുക കേട്ടോ. ഞാൻ എന്തെങ്കിലും ഇതിൽ മിസ്റ്റേക്ക് വരും എന്ന് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ തിരുത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ കൂടുതൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കറക്റ്റായിട്ടുള്ളത് നമ്മൾ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഏഴാമത്തെ, ഹൂ ഡെവലപ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആണ്. J.A. Schumpeter, a native of the Czech Republic, developed the concept of creative destruction. Industries and technologies create new opportunities and grow through innovation, but he also opined that existing industries and technologies are disrupted or destroyed by innovation. അടുത്തത് എട്ടാമത്തെ ആണ്, വൈക്കം സത്യാഗ്രഹ വാസ് മേജർ സ്ട്രഗിൾ ഫോർ ദ ഫ്രീഡം ഓഫ് ട്രാവലിംഗ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കേരള വെൻ ദ നാഷണൽ മൂവ്മെന്റ് വാസ് ഗെയിനിങ് സ്ട്രെങ്ത്. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് പറയുന്നത്. Vaikam Satyagraha was a major struggle for the freedom of travelling that took place in Kerala when the national movement was gaining strength. The people who were considered inferior were not allowed to walk on the approach roads of Vaikam temple. The Satyagraha began on March 13, 1924 in protest against this discrimination. This Satyagraha was led by T.K. Madhavan, K. Kelappan, K.P. Keshava Menon and others.
The Vaikam Satyagraha, which attracted national attention, ended with the mediation of Mahatma Gandhi. On November 23rd, 1925, all the roads on all three sides of the temple were open to all Hindus. നമ്മൾ ഇതിൻ്റെ മലയാളം മീനിങ് ഇതിൽ പറയാത്ത എന്തുകൊണ്ടാണ് വെച്ചാൽ മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ കീ മാത്രമാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 9ാമത്തതിൻ്റെ ആൻസർ, 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് സെൻട്രൽ അപ്ലാൻഡ്സ്, നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ്, ആൽപൈൻ മൗണ്ടെയിൻ സിസ്റ്റം. ആ ഒരു ഫ്ലോ ചാർട്ടിൽ മാർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എ കോളത്തിൽ സെൻട്രൽ അപ്ലാൻഡ്സ്, ബിയിലെ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻ, സിയിലെ ആൽപൈൻ മൗണ്ടെയിൻ സിസ്റ്റം. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത്. It aims to meet the needs of the present without compromising the ability of future generation to meet their own needs. Economic growth can be achieved on needs ആണ്. Full stop. Economic growth can be achieved through a balance between the welfare of the environment and the standard of living of the people. Recycling, reducing usage and reusing resources are ways to achieve sustainable development. Full stop ഉണ്ട്. 11ാമത്തതിൻ്റെ ആൻസർ 11A എ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ്. ബി എക്സ്പ്ലെയിൻ വിന്റർ സോൾസ്റ്റൈസ് ആണ്. 22nd December, sun's apparent position shift from the equator to the tropic of Capricorn during the period from 23rd September to 22nd December. On 22nd December, the southern hemisphere experiences the longest day and the shortest night. ഇനി ബി ആണ് വാട്ട് ഇസ് സ്റ്റാൻഡേർഡ് ടൈം, വാട്ട് ഇസ് ദ നീഡ് ടു കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ടൈം എന്നുണ്ട്. അത് അതിൻ്റെ ആൻസർ 11ൽ തന്നെ വരുന്ന ബി ആണ് കേട്ടോ. അത് ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്കത് നോക്കാം. അതേപോലെ 12, 13. 13ൻ്റെ ആൻസർ 11 ബിയുടെ ആൻസർ ആണ് ഇനി പറയുന്നത്. സ്റ്റാൻഡേർഡ് ടൈം ഇസ് ദ യൂണിഫോം ടൈം എസ്റ്റാബ്ലിഷ്ഡ് ഫോർ എ റീജിയൻ ഓർ കൺട്രി ബേസ്ഡ് ഓൺ എ സ്പെസിഫിക് മെറീഡിയൻ ടു എൻഷുർ കൺസിസ്റ്റൻസി ആൻഡ് കോർഡിനേഷൻ അക്രോസ് ദാറ്റ് ഏരിയ. ലോക്കൽ ടൈം വുഡ് ബി ഡിഫറെൻറ്റ് അറ്റ് ഈച്ച് ലൊക്കേഷൻ ഡ്യൂ ടു എർത്ത് റൊട്ടേഷൻ ആൻഡ് വേരിയിങ് ലോഞ്ചിറ്റ്യൂഡ്സ്. എ സ്റ്റാൻഡേർഡ് ടൈം ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് അഡോപ്റ്റഡ് ഫോർ ദ എൻറ്റയർ കൺട്രി ഓർ എ സ്പെസിഫിക് ടൈം സോൺ. ദിസ് അലോസ് ഫോർ എ യൂണിഫോം ടൈം റെഫറൻസ്. ഇനി 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. 12 നമുക്ക് ട്രഡീഷണൽ മീഡിയ, മോഡേൺ മീഡിയ ആണല്ലോ. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ട്രഡീഷണൽ മീഡിയ ആണെങ്കിൽ 1 വേ കമ്മ്യൂണിക്കേഷൻ, മോഡേൺ മീഡിയ 2 വേ കമ്മ്യൂണിക്കേഷൻ. ഫോം ആണെങ്കിൽ ഫീച്ചേഴ്സ് ആണ്. ട്രഡീഷണൽ മീഡിയ ഫിസിക്കൽ ഫോം ആണ്, ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷനിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നു. മോഡേൺ മീഡിയ ആണെങ്കിൽ ഡിജിറ്റൽ ആണ്, ഇൻ്റർനെറ്റ് ഇനാബിൾ ഡിവൈസസ്. ഇൻ്റഗ്രേഷനിൽ ട്രഡീഷണൽ ആണെങ്കിൽ മിനിമൽ ഇൻ്റഗ്രേഷൻ ഓഫ് ട്രഡീഷണൽ മീഡിയ, മോഡേൺ ആണെങ്കിൽ വാസ്റ്റ്ലി സുപ്പീരിയർ ആൻഡ് മോർ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ കേപ്പബിലിറ്റീസ്. ഇനി 12 കഴിഞ്ഞാൽ 13A. 13Aയും Bയും ഉണ്ട്. 13A ആണ് വായിക്കുന്നത്. Unlike the European nation states based on one culture, one nation, India was founded by giving equal rights in importance to its vast religious, ethnic and cultural diversities. To politically manage these differences, India adopted a federal system. The constitution specifically provides protection for religious and linguistic minorities through fundamental rights, includes 22 including ആണ്. ഇത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിൽ, അതുകൊണ്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇൻക്ലൂഡിങ് 22 ലാംഗ്വേജസ് ഇൻ ദ 8th ഷെഡ്യൂൾ. ഇനി 13B ആണ്. പാർലമെന്ററി സിസ്റ്റവും പ്രസിഡൻഷ്യൽ സിസ്റ്റവും ഉണ്ട്. 2 ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സിന്റെ മോഡലാണ്. അതിന്റെ ഫീച്ചേഴ്സ് ഇത് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നു ഈ ക്വസ്റ്റ്യൻ വരുമെന്നുള്ളത്. അപ്പോൾ പാർലമെന്ററി സിസ്റ്റം, ദ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഈസ് കൺട്രോൾഡ് ബൈ ദ ലെജിസ്ലേച്ചർ. ദ പവേഴ്സ് ഓഫ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആർ നോമിനൽ. The head of state is the king, queen, president. The head of government is the prime minister. Prime minister is the leader of the party that has a majority in the legislature. The council of ministers headed by the prime minister is collectively responsible to the legislature. Presidential systemത്തിന്റെ features, the executive branch and the legislature are separate. The president serves both as the head of state and the head of government. All executive powers are vested in the president. The president is directly elected by the people. The president is not accountable to the legislature. ഇനി 14ഉം 15ഉമാണ്. 14AB എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 14A ആദ്യം നോക്കാം. നാഷണൽ മൂവ്മെന്റ് ആണ്.
Formation of Malabar District Congress Committee and the activities of the Home Rule League propelled the national movement forward. The Khilafat and non-cooperation movements received strong support. As part of the struggle, people boycotted foreign-made goods, courts, schools and other government institutions. The strike witnessed the active participation of women and students. The prominent leaders during the time were C. Kunjirama Menon, K. Kelappan, U. Gopala Menon, K.P. Keshav Menon, Muhammad Abdul Rahman Sahib, E. Moidu Maulavi and Moyyarathu Shankaran. Impact of salt satyagraha was also felt in Kerala. The center of the salt satyagraha in Kerala was Payyanur in Malabar. Satyagraha was led by K. Kelappan. ഇനി 14B ആണ്. 14Bയിൽ നമുക്ക് മോഡേൺ വ്യൂവിൽ justice means giving equal and due consideration to all individuals ആണ്. അപ്പോൾ explain the 3 principles of justice ആണ് based on the statement. അപ്പോൾ നമുക്ക് നോക്കാം. Justice is one of the basic values of democracy. The concept of justice changes over time. In the modern view, justice means giving equal and due consideration to all individuals as human beings. 3 principles ഉണ്ട്. Recognition of special needs. As human beings, all individuals deserve equal rights and equal consideration. No discrimination on the basis of class, caste, religion, gender or race. Proportionate justice. Justice should be proportionate to the ability and contribution of each person. There is no injustice in treating each person separately according to their ability. Recognition of special needs. In a society where inequality exists, the weaker section and the backward can enjoy equality only if special rights are granted. Methods such as reservation can be adopted to ensure equality. 15ാമത്തെ ചോദ്യമാണ്. നമുക്ക് റിസോഴ്സ് ഡിപ്ലീഷനും റീജിയണൽ ഇൻഇക്വാലിറ്റിയാണ് എഴുതേണ്ടത്. അപ്പോൾ നോക്കാം. അൺസയൻറ്റിഫിക് യൂസ് ഓഫ് റിസോഴ്സസ് ഇൻ ഇൻഡസ്ട്രീസ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ലെഡ്സ് ടു റിസോഴ്സ് ഡിപ്ലീഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഡീഫോറസ്റ്റേഷൻ ലോസ്, ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ റിസോഴ്സസ്. Regional inequality, the unbalanced distribution of natural resources and inadequate basic facilities have resulted in a concentration of industrial development in certain regional differences can be seen in the income and living standards of the people in these areas. These causes are This causes regional disparity in industrially backward areas. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. 15 ക്വസ്റ്റ്യനും 15 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആൻസർക്ക് നമ്മൾ തുടർന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്ന് വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.